രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. And the Bible says when there is king, there will be celebration among them. ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഉണങ്ങിയതും ചെറുതും ചുരുണ്ടതും ഒന്നും കൊടുക്കരുത്. And when we give to the God, we shouldn't give what is not rightful to him. അതൊന്നും ദൈവം സ്വീകരിക്കത്തില്ല. And God doesn't accept that. യേശു പറഞ്ഞു, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആരോഗ്യം യേശുവിന് കൊടുക്കണം. Jesus said, I want your full strength, full heart towards him. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ബലം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ മനസ്സുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. And if that's the case, you have to give your full strength and full heart towards him. ഹല്ലേലൂയ. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. I praise and thank God for giving us a blessed Sunday today. കഴിഞ്ഞ 2 ദിനങ്ങളിലായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. I praise God for giving me this opportunity to be with you for the past 2 days. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാക്യമാണ്, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തത്തില്ല. And the verse that I have close to my heart is the praises and the giving that the humble give to God, it's precious. 2022 തീർന്നതിന് ശേഷം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ഈ പ്രദേശങ്ങളിൽ വന്ന് ശുശ്രൂഷിക്കണമെന്ന്. After 2022, I prayed a lot to God to come to help me come here and do his ministry. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സാധിക്കുന്നവരൊക്കെ നമ്മളെ കാണാതെ കണ്ണടച്ചു പോകും. And sometimes when we pray to God, the people that who we expect to help maybe just walk away from us. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇന്നുവരെ പഠിച്ചത് മനുഷ്യന്റെ സ്നേഹം അല്പകാലത്തേക്കേ ഉള്ളൂ. What I learned from my ministry is the man's love is limited. അതുകൊണ്ടാണ് കൂട്ടത്തിൽ നിന്നിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് പോകുന്നത്. That's the reason why people do keep people in alone when they are in the crowd. പക്ഷേ അവസാനം വരെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. But we have a God who will love us to the end. ആരെല്ലാം വാക്ക് മാറിയാലും ആ ദൈവം വാക്ക് മാറത്തില്ല. Even when any one of us keeps the word away, he will stay with you. ഞാൻ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരമാണ് വളരെ പെട്ടെന്ന് ഇവിടെ ഇന്ന് ഈ പകൽക്കാലം ആരാധിക്കാനായിട്ടൊരു ക്ഷണം എനിക്ക് ലഭിച്ചത്. I was praying on this verse. That's when I got the opportunity to come here and do ministry with you. പ്രാർത്ഥനയുടെ മറുപടി ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത ചൊവ്വാഴ്ച പോകാൻ തീരുമാനിച്ചത്. The reason I've got the response from God, that's the reason why I'm going back on Tuesday. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച പോകുമായിരുന്നു. If God hasn't answered my prayer, I would have been back in India by last Tuesday. അപ്പം നമ്മുടെയൊക്കെ പ്രത്യാശ, നമ്മളൊക്കെ എന്ത് പ്രത്യാശിക്കുമോ അത് ദൈവഹിതപ്രകാരമാണെങ്കിൽ അതിന്റെ മറുപടി ദൈവം നമുക്ക് തരും. Whatever we hope, we pray, if that's in God's plan, he will let it happen to you. കഴിഞ്ഞ ദിനങ്ങളിൽ നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്തു. നിങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. Last day and night, you have provided me a great much of your hospitality, and I am deeply thankful to you. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളല്ല, പക്ഷേ നിങ്ങളുടെ സ്നേഹമൊക്കെ കാണുമ്പം എൻ്റെ വയറ് നിറയും. I'm not a person who eats a lot, but when I see your gratefulness and your hospitality towards me, that filled me up. 2 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയവും ജീവിക്കുന്നത്. Usually I dwelt on 2 times meal. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി എന്താണ്? During the past few years, I asked God, what is the easiest way to go to heaven? ഞാനത് നിങ്ങളോട് പറയാം, എന്നെ ദൈവം പഠിപ്പിച്ച കാര്യം. I'm going to say to you what God taught me. ഒന്ന്, ഉറങ്ങാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാനായിട്ട് ഉറങ്ങണം. Don't live to sleep, but sleep to live. Yeah. 2, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാനായിട്ട് ഭക്ഷണം കഴിക്കണം. Don't eat to live, but to live to eat. 3, ഒരാളോടൊരു വാക്ക് പറയുമ്പം പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും എന്ത് ലാഭവും എന്ത് നഷ്ടവും ഉണ്ടാകും എന്ന് ചിന്തിക്കണം. And the third thing is, when you talk to someone, you should think of whether that's going to gain something to the person.
ആ വാക്ക് ദൈവം എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കണം. And we should think that what God is going to make the judgment on the words that you said. എന്നിട്ടേ ഒരു വാക്ക് സംസാരിക്കാവുള്ളൂ. And you should only speak after thinking about it. അതിനെയാണ് വേദപുസ്തകത്തിൽ കൃപയോട് കൂടിയ വാക്കെന്ന് പറയുന്നത്. And that's why it says in the Bible to say words with gracious. ഇത്രയും കാര്യം ചെയ്താൽ സ്വർഗ്ഗത്തിൽ പോകാൻ ഈസിയാണ്. And it's easy to go to heaven if you do these three things. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. It is a bit a difficult thing to do. ഒന്ന് ഉറക്കത്തെ ജയിക്കണം. One thing is to win against sleep. രണ്ട് ഭക്ഷണത്തോടുള്ള ആർത്തി ഭ്രമം മാറ്റണം. We should take back from the things that we want to eat more. മൂന്ന് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കണം. And the third thing is we should talk to others with respect. തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. And we could go to heaven by that. ഉറക്കത്തെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. If you want to win against sleep, you have to pray. അത് ചുമ്മാതെ പ്രാർത്ഥിച്ചാൽ പോരാ. You shouldn't just sleep, pray. എൻ്റെ സബ്ജക്റ്റിലേക്ക് എനിക്ക് വരാൻ സമയമില്ല, പക്ഷെ ഞാനത് നോടിച്ച് പറഞ്ഞു പോകാം. I'm going to my subject, but I'm going to quickly go through this. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇവിടെ നല്ല സ്പീക്കറിന്റെ അടുക്കൽ വന്നിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കാണാം. And we can see that people who came close to the speaker and still sleep. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. We don't have enmity towards the humans. ഈ പിശാചിന്റെ ഹെഡ് ഓഫീസ് ആകാശമണ്ഡലങ്ങളിലാണ്. And the head office of the Satan is above the heavens. ഇപ്പം എനിക്ക് എൻ്റെ ഇവിടുത്തെ ദൈവദാസനെ കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന ഒരു ആത്മപ്രേരണയുണ്ടായി, മനസ്സിനകത്തൊരു ഹേമമുണ്ടായി. When I have this urge to pray for the pastor here, ഞാൻ ദൈവദാസ കർത്താവേ ദൈവദാസനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. and I start to pray that let God bless this pastor. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുട്ടുമേൽ ഇരുന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. കണ്ണൊക്കെ അടച്ച് പ്രാർത്ഥിക്കും, കൈ ഉയർത്തി പ്രാർത്ഥിക്കും. And I will be on my knees praying to God with my raised hands. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു ചെറിയ ഉറക്കത്തിന്റെ ലാഞ്ചന വരും. And when I started to pray, I get the sleepiness coming to me. കാരണം സങ്കീർത്തനം പറയുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമായിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. And in Psalms it says the prayer of a saint goes in the flames. ഇത് പുകയായിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ പിശാചി പ്രാർത്ഥനയെ തടയും. And when the smoke goes up, the Satan will block that. നമുക്കറിയാം, ഈ അണക്കെട്ടൊക്കെ വരുമ്പം വെള്ളം തടഞ്ഞു നിൽക്കുന്ന പോലെ പ്രാർത്ഥന തടസ്സപ്പെട്ട് നിൽക്കും. And when we know that in a dam where the dam blocks the water, just like that it blocks. ഇതേപോലെ പ്രാർത്ഥന തടസ്സപ്പെടുമ്പം പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ തൈലം വിൽക്കുന്നവർ പോലെ കാലിന് വേദന, കൈക്ക് വേദന, തലയ്ക്ക് വേദന, ഉളുക്ക്, ചതവ് എന്ന് വേണ്ട സകലമാനം നമ്മുടെ ശരീരത്തിലേക്ക് വരും. And when the prayer gets blocked, we will have a lot of issues with our life. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. We couldn't pray. വീണ്ടും മനസ്സ് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും. Again, when my heart aches to pray for our pastor, I'll start praying again. അപ്പൊ കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള ധൂപമായിട്ട് ഇത് മുകളിലേക്ക് വരും. I'll pray a bit more stronger. അപ്പം എന്ത് ചെയ്യും? പിശാച് വീണ്ടും വന്ന് ഇതിനെ തടസ്സപ്പെടുത്തി നിൽക്കും. And Satan again comes and blocks that prayer. അന്നേരമാണ് നല്ല ആരാധനയിൽ ഇരുന്ന് ഉറങ്ങുന്നത്. And that's when you sleep in the worship. അതിന്റെ അർത്ഥം ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പിശാച് ബ്ലോക്ക് ചെയ്തു. And that means Satan has blocked his relation with the God. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, and the person who realizes that, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പരിപാടി ചെയ്യും. and it goes and says the thing that Paul said. നിങ്ങൾ വായിക്കേണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1 കൊരിന്ത്യർ 14:14. Go home and read 1 Corinthians 14 verse 4. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. When I pray in Holy Spirit, my soul prays to God. എൻ്റെ ബുദ്ധിയോ അഫലമാകും. My brain shuts off. എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയെ മാറ്റിയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. And I'll take my brains away and in spirit I'll pray to God. അപ്പം ചുമ്മാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. And we shouldn't just say in tongues, but should talk to God with tongues. എൻ്റെ ആവശ്യത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തോട് അറിയിക്കും. But the needs of me should go to the God with the tongues that I speak. ഇതൊരു ധൂപമായിട്ടല്ല മുകളിലേക്ക് പോകുന്നത്. It should go without the smoke. ഇതൊരു തീജ്വാലയായി മുകളിലേക്ക് ഉയരും. And it should go with the flame. ഈ തീജ്വാലയായി മുകളിലേക്ക് ഉയരുമ്പോൾ when the flame goes up, തീക്ക് 2 ഉപയോഗമുണ്ട്. and there's 2 things that happens with the fire. നിങ്ങൾ കഞ്ഞിയും കറിയും വെക്കുന്ന ഉപയോഗമല്ല. It's not just for cooking. നിങ്ങൾ ഒരു ഗ്യാസ് വെൽഡിംഗുകാരന്റെ അടുക്കൽ ചെല്ലണം. when you go to a person who does with the gas, അവൻ ഒരു തീ കൊണ്ട് ഇരുമ്പിനെ കട്ട് ചെയ്യും, അതേ തീ കൊണ്ട് ആ ഇരുമ്പിനെ ഒന്നിപ്പിക്കും. and he breaks the iron with the fire and joins them with the fire as ഈ well. തീ ഉയരത്തിലേക്ക് ഉയർന്നു ചെല്ലുമ്പോൾ പിശാചിനെ ഇത് കട്ട് ചെയ്യും, നിന്റെ മറുപടിയെ കൊണ്ടുവരും. and when the flame goes up, that will cut off the Satan and get the answer from ഈ God. പകൽക്കാലം നിന്റെ പ്രാർത്ഥനയുടെ തലം മാറണം. അന്യഭാഷയിൽ ഒരു തീജ്വാലയായി
ചിന്തയായി നിന്റെ പ്രാർത്ഥന ഉയരത്തിലേക്ക് കയറണം. Today you should change how you pray and get the flame up to heaven. അപ്പോഴാണ് മറുപടി വെളിപ്പെട്ട് വരുന്നത്. And that's when you get the reply. എൻ്റെ ഒരുപാട് അനുഭവത്തിൽ നിന്ന് പറയാനുണ്ട്, പക്ഷേ സമയമില്ല. I have a lot of experience to say from, but കഴിഞ്ഞ മെസ്സേജിന്റെ ലാസ്റ്റ് ഭാഗത്ത് നിർത്തിയിടത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. I'm going to start where I left off yesterday night. എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഹോള് 6:30 ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് നമ്മളെ ഇറക്കി വിടും. I want to speak a lot, but we have to leave here by 5:30. 10 മണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞാലും ഞാൻ ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് പ്രശ്നമില്ല. I'll speak from this topic for 10 hours straight. I don't have an issue. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. We looked into Romans 12 verse 2. ഈ ലോകത്തിന് നീ അനുരൂപമാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. We shouldn't be like the world, but need to change. മനസ്സ് പുതുക്കിയ മാത്രം പോരാ, രൂപാന്തരം പ്രാപിക്കണം. It's not that we should change our hearts, but we should change ourselves. അപ്പൊ ഇന്ന് ഈ സായം വേളയിൽ നമ്മുടെ മനസ്സിനൊരു പുതുക്കമുണ്ടായാൽ പോരാ, രൂപാന്തരം ഉണ്ടാകണം. In this evening we shouldn't just change our heart, but we should transform ചേഞ്ച് ourselves. ആകണം. We should change. അപ്പം എവിടെയോ ചേഞ്ച് ആകാനായിട്ട് സാധ്യതയുള്ള എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. And we have something in our hearts that needs to be changed. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സ് കൊടുത്തു എന്ന് നമ്മൾ ചിന്തിച്ചു. When God created man, we thought that God gave God's heart to the man. നിങ്ങൾ ശ്രദ്ധിച്ച, ഇവൻ ദൈവത്തിന്റെ മനസ്സുമായിട്ടിരുന്നപ്പം ദൈവത്തിന്റെ കാലച്ച തോട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് ഓടി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലും. And when the man had God's heart in him, where he went to God when he heard the footsteps. ദൈവത്തിന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ കാലിന്റെ ഒച്ച കേൾക്കുമ്പോൾ അവന് തിരിച്ചറിയാൻ സാധിക്കും. And he didn't hear God, but he heard the footsteps of God. പക്ഷേ ഇവൻ പാപം ചെയ്തതിന് ശേഷം ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ അവനിൽ ഭയം കയറി. But when he sinned, when he heard the footsteps of God, he got scared. നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ നിനക്ക് ദൈവശബ്ദത്തിന് മുൻപാകെ ഇരിക്കാൻ പറ്റുകയില്ല. And if you have thoughts of sin in your heart, you won't sit in God's presence. സാധാരണഗതി ഈ സഭ മാറി നടക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? What's the thing when people go away from the church? പറയുന്ന വാക്കുകൾ, വചനങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് ചെന്ന് കയറുമ്പം ഭയമുണ്ടാകും. It's because the God's word, when it goes to the hearts, it will scare them. പക്ഷേ പെന്തക്കോസുകാരായതുകൊണ്ട് അവർക്ക് ഭയം ദൈവവചനം പ്രസംഗിക്കുന്ന പാസ്റ്ററെ കുറ്റം പറയാനുള്ള വേദിയാക്കിയെടുക്കും. And when they get scared, they will take that chance to say against the pastor. എന്നിട്ട് ദൈവദാസനെ കുറ്റം പറഞ്ഞ ഒരു അടുത്ത സഭയിൽ പോകും. And they will say against the pastor and go to the next church. ചില ആടുകളെ പോലെയാണ്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. And it's like a sheep, when they are at one place, they want to go to the other place. ഇവിടെയുള്ള പുല്ലെല്ലാം ചവിട്ടിക്കളഞ്ഞിട്ട് അപ്പുറത്ത് ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ കരികല മാത്രമേ കാണുകയുള്ളൂ. And they stomped all the grasses in this place, and they go to the next place, and where they have the dry leaves. എന്തുകൊണ്ട് സഭ മാറി നടക്കുന്നു? Why do they leave the church and go to a different church? എന്തുകൊണ്ട് ദൈവദാസന്മാർക്ക് കീഴ്പ്പെടാതിരിക്കുന്നു? Why are they not surrendering to the pastor? അതിന്റെ അർത്ഥം അവനിൽ ഒരു ആത്മീക വർധനവില്ല. It's because they don't have the growth in the spirit. ഇത് മാത്യു കുര്യൻ പറഞ്ഞതല്ല, It's not Matthew Kurin who's saying it. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാ. It's Paul who is saying that. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. I have the proof to say that. നിങ്ങൾ 1 Corinthians 14-ാം അധ്യായം എടുക്കണം. In 1 Corinthians 14, 1 Corinthians 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ when we go through verse 3, 14-3 but everyone who prophesies speaks to men for their strengthening, encouragement and comfort. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. He who speaks in a tongue edifies himself, but he who prophesies edifies the church. നിങ്ങൾ ശ്രദ്ധിച്ച്, അന്യഭാഷ പറയുന്നവൻ എന്ത് ചെയ്യുന്നു? തനിക്ക് താൻ വർധനവുള്ള എത്ര പേരുണ്ട്? Who has edified here today? ചുമ്മാ കള്ളം പറയരുത്. ഞാൻ പറയുമ്പോഴത്തേക്കിന് പിന്നെ പാസ്റ്ററെ അതൊന്നും എൻ്റെ ഈ പുസ്തകത്തിൽ ഇല്ലാത്തതാണെന്ന് ചിന്തിക്കരുത്. Don't lie to me and then let's just analyze ourselves.
ഈ ആത്മീക വർധനവ് വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? How do we edify ourselves? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. And Paul says that whoever speaks in tongues speaks to God. അതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു, തിരിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നില്ല. And yesterday I spoke about they doesn't hear from what God has to say. രണ്ടാമത് പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. And the person who speaks in tongues will speak from what God has to say about them. പറയുന്ന അന്യഭാഷ പറയുന്ന ആർക്കും അറിയത്തില്ല, ദൈവത്തിനും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല. And the person, sometimes the people who says in tongues, the God doesn't know what they are saying, he doesn't know what they are saying. ഞാൻ ബഹറിനിൽ ഒരു ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചു പിള്ളേരെ അധ്യാപകം പഠിപ്പിക്കുക, ഇങ്ങനെ അന്യഭാഷ പറയണം. And when I went to Bahrain in a church, the class teacher was saying to the kids how to say in tongues. ഇതൊന്നുമല്ല അന്യഭാഷ എന്ന് പറയുന്നത്. And this is not what we speak in tongues. ഈ അന്യഭാഷ എന്ന് പറയുന്ന വ്യക്തി അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുക എന്ന് പറയുന്നു. And when someone speaks in tongues, they are giving out what God has to do. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു 10 മണിക്കൂർ ക്ലാസ് വെക്കുകയാണെങ്കിൽ ഞാൻ വന്ന് പഠിപ്പിച്ചു തരാം. And I can come here and save this for 10 hours. കാരണം തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സമയം പോകും. And there's a lot to teach from. മൂന്നാമത് പറയുന്ന അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. And it says that when you speak in tongues, it edifies ourselves. ഈ ആത്മീക വർധനവ് വരുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? How can we edify ourselves? ഇപ്പം ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ്. This is a glass of water. ഈ വെള്ളത്തിനകത്ത് ഇത് ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. And it stays like this for 5 years. എന്ത് സംഭവിക്കും? What happens? നമ്പർ 1, അളവ് കുറയും. First one, the quantity reduces. നമ്പർ 2, ഇത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ലാതെ വരും. And the second one, we can't use it anymore. നമ്പർ 3, ഇതിനകത്ത് മൊത്തം പൊടിയായിരിക്കും. And the third one, there will be dust in it. നമ്പർ 4, ഇതിനകത്ത് ക്ലാവായിരിക്കും, പിടിച്ച കിട്ടത്തില്ല, തെന്നിപ്പോവും. And the fourth one, there will be mold in there. ഇതിനകത്ത് വർധനവില്ലാത്തിടത്തോളം കാലം ഇത് ഉപയോഗശൂന്യമാണ്. Unless there is nothing increasing in it, we can't use it anymore. നീ അന്യഭാഷ പറഞ്ഞിട്ട് 10 വർഷമാണെങ്കിലും 5 വർഷമാണെങ്കിലും നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. If you have been speaking in tongues for 5 years, 10 years, if you haven't grown from the where you started, you haven't done anything good. ഒരു വർധനവുമില്ല. There has been nothing increasing. അതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ ചാടി നടക്കാൻ കാരണക്കാരൻ സഭയല്ല, നീയാണ്. The reason because of that is the reason why you're leaving the church is because of you. എന്നാൽ ഇതിനകത്തേക്ക് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. And it has been flowing out. എന്ത് സംഭവിക്കും? What happens? നമ്മൾ വിധവയുടെ വീട്ടിലോട്ട് ചെന്നാൽ മതി. When we go to the widow in Naina, എല്ലാ കാലിപ്പാത്രങ്ങളും നിറഞ്ഞു. all the empty vessels has been full. പാത്രത്തിന്റെ അളവ് നിന്ന് കഴിഞ്ഞപ്പോൾ ഉറവ നിന്ന് പോയി. And once every pot vessels has been filled, the flow has stopped. പക്ഷേ ഈ ഉറവ നിൽക്കുന്നതല്ല. But this source doesn't stop. ഈ ഉറവയുടെ തുറക്കം സ്വർഗത്തിൽ നിന്ന്. And the source starts from heaven. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when we go to Revelation chapter 22, സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് ജീവജല നദി പുറപ്പെടുന്നത് അവൻ എന്നെ കാണിച്ചു തന്നു. and John has seen that the source comes from heaven. അതിന്റെ ഉൽപ്പത്തി സ്വർഗത്തിൽ നിന്നായതുകൊണ്ട് അതിന് ഷോർട്ടേജിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. And he saw that it is coming from heaven and there is nothing shortage in that. ഇതെങ്ങോട്ടാണ് ഒഴുകുന്നത്? Where is it flowing to? യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഒഴുകും. Jesus said it will flow through the people who believe in ഈ him. പകൽക്കാലം നീ ഒരു വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ അകത്തേക്ക് ഒഴുകണം. And today if you are a believer, that will flow to your hearts. നീയാകുന്ന പാത്രം ആ ജീവജല നദിയിൽ കുടിക്കാൻ നിന്നാൽ അത് നിന്നിൽ പകരപ്പെടും. And the life of water will flow through you because you are a vessel of അത് God. നിന്റെ മൺപാത്രത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. And if it will fill up the vessel of you and overflow. ഇതിന്റെ അകത്തൊറ്റ കാലിപ്പാത്രം കാണത്തില്ല, എല്ലാ കാലിപ്പാത്രങ്ങളും നിറയും. And there won't be one empty vessels in here, everything will overflow. യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു, അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയ ജീവജല നദിയായിട്ട് ഒഴുകപ്പെടും. And Ezekiel is
is saying that it will overflow and you won't be able to walk in it and you have ഈ to swim. പട്ടണത്തെ ചലിപ്പിക്കുന്ന ആത്മാവിന്റെ നദി ഈ നദിയിൽ ഈ സഭയിൽ നിന്ന് ഈ പകൽക്കാലം ഒഴുകട്ടെ. And the river should flow and we should move the town here. നീ ഒരു വിശ്വാസിയാണെങ്കിൽ, If you are a believer, നീ ദൈവാത്മാവിനെ പ്രാപിച്ച if വ്യക്തിയാണെങ്കിൽ, you have received the Holy ഈ Spirit, പകൽക്കാലം നിന്നിലേക്ക് അത് പകരപ്പെടും. and today it will flow through you. നിന്നിലേക്ക് അത് പകരപ്പെട്ട And when it comes to you, നിന്റെ തലമുറയ്ക്കകത്തേക്ക് ആത്മാവിന്റെ നദി ഒഴുകും. and it will flow through your generations to അത് ഈ come. ദേശത്തിലേക്ക് പകരപ്പെടും. And it will go through the town here. ഈ നദി ചെന്ന് ചേരുന്നിടത്ത് Where it ends, ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. and everything that is dead will ഈ rise up. പകൽക്കാലം ചലിപ്പിക്കുവാൻ കഴിയുന്ന And there is something which will give life. ദൈവാത്മാവിന്റെ നദി ഒഴുകുകയാണ്. And there is a life coming ഈ through it. ദൈവസഭയ്ക്കകത്ത് നിന്ന് In this church, ഈ രാജ്യത്തെ ചലിപ്പിക്കുന്ന ഒരു അഭിഷേകം the thing that will shake the ഈ nation, പകൽക്കാലം ഒഴുകണമെന്ന് let this flow through day. എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് And God has planned for that. അടുത്തിരിക്കുന്ന കാലിപാത്രങ്ങൾ നിറയുന്ന നിലവാരത്തിൽ And let everything that is empty here, ഈ പകൽക്കാലം നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് and when you submit it to God, ആത്മാവ് നിന്നെ പണിതെടുക്കും. and the Holy Spirit will build on you. വർധന ഉണ്ടാകണം. And it will increase, and you should increase. വർധന ഉണ്ടാകണം. And there should be increase. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, എന്നിൽ വർധന ഉണ്ടായാൽ നിന്നിൽ പകരപ്പെടും. And let's just have a greeting to one another that when it flows through you, you will എന്നിൽ increase. വർധന ഉണ്ടായാൽ നിന്നിൽ പകരപ്പെടും. And when it increases ഈ in me, it will പകൽക്കാലം flow to ഇതിനകത്ത് you. കാലിപാത്രങ്ങൾ ഉണ്ടാകരുത്. There shouldn't be an empty ഇതിനകത്ത് vessel here. കാലിപാത്രങ്ങൾ ഉണ്ടാകരുത്. There shouldn't be an empty vessel here today. കാലിപാത്രങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് വർധനവില്ല. And when there is empty vessel, there is nothing നിന്നിൽ വർധന increasing. ഉണ്ടായാൽ കാലിപാത്രങ്ങൾ നിറയപ്പെടും. And when we have increased, every empty vessel അതിന്റെ will fill up. തലമുറയ്ക്കകത്തേക്ക് പകരപ്പെടും. And it will go through your generations to come. കാലഘട്ടത്തിൽ സകല ജനത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. In the end times, every tongues will come for ഇതൊരു Jesus. പകർച്ചയുടെ കാലഘട്ടമാണ്. And this is a time of pouring into ഈ others. കാലഘട്ടം പകർച്ചയുടെ കാലഘട്ടമാണ്. And this end times, this is a ഈ pouring time. ആത്മാവിന്റെ പകർച്ചയുടെ കാലഘട്ടം. And this is a time where we have to pour. ഏൽപ്പിച്ചു കൊടുത്താൽ പാത്രത്തിൽ നിറവുണ്ടാകും. And when we surrender it to Him, there will be overflowing. എന്തുകൊണ്ടാണ് നിറയപ്പെടാത്തത്? Why are we not overflowing? നിറയപ്പെടാതിരിക്കാൻ കാരണം ഉറവയിൽ നിന്ന് ഞാൻ മാറിപ്പോയി. The reason behind it is not increasing it because we are away from the source. ഒഴുക്കിൽ നിന്ന് ഞാൻ മാറിപ്പോയി. And we are away from the flow. ഈ പകൽക്കാലം നീ ആ ഉറവയിൽ നിന്ന് കുടിക്കാൻ ഒന്ന് തിരിച്ചു വന്നാൽ ആത്മാവിന്റെ നദി നിന്റെ അകത്തേക്ക് ഈ പകൽക്കാലം ഒഴുകപ്പെടും. And when we are want to drink from it, it will pour through us. ഈ പകൽക്കാലം നിന്നെ ചലിപ്പിക്കുന്ന ഒരു ദൈവശക്തി ഈ ആലയത്തിന്റെ മധ്യത്തിലുണ്ട്. And there is something that in here which should shake you up. ചലിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തിക്ക് വേണ്ടി നീ സമർപ്പിതമാകണം. And we should surrender to that spirit which will shake you up. ഹല്ലേലൂയ. Amen. ചിലരൊക്കെ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവേ പാസ്റ്ററെ എന്റെ പിള്ളേരിൽ അഭിഷേകമില്ല. There are people who come to me and say, my generation, my children doesn't have the spirit. അങ്ങനെ പിള്ളേർക്ക് അഭിഷേകം ഇല്ല എന്ന ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone in here who thinks that our kids doesn't have the spirit in them? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്റെ തലമുറയിൽ അഭിഷേകമില്ല എന്ന്? Do you think that your kids doesn't have the spirit? ഈ in them? കൊച്ചു കുഞ്ഞിൽ വരെ അഭിഷേകമുണ്ട്. And there are spirit in the little kid sitting here. നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൽ വരെ അഭിഷേകമുണ്ടെന്ന്. The kid that is growing in the mother's womb has the spirit in കാരണം them. എന്താണെന്നറിയാമോ? What is the reason behind it? 127 സങ്കീർത്തനത്തിൽ തലമുറയെ കുറിച്ച് പറയുന്നു. In 127 Psalms it says about the നിന്റെ children. തലമുറ വീട്ടിനകത്ത് ഫലപ്രദമായിട്ടുള്ള ഒലിവ് തൈ പോലെയാണ്. And our kids is like a vineyard. ഞാൻ ഈ ഒലിവ് തൈയെ കുറിച്ചൊന്ന് പഠിച്ചു. And I learned about the vine. ലേവ്യ പുസ്തകം 16 അധ്യായം 2 വാക്യത്തിൽ പറയുമ്പോൾ In Leviticus chapter 12 it says, സമാഗമന കൂടാരത്തിൽ നിത്യം കത്തുവാൻ ഒരു നിലവിളക്കുണ്ട്. and in the tabernacle there is an eternal lamp. ആ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള
ഒലിവെണ്ണയാണ്. And the oil that's poured in there, it's the olive ഒലിവ് oil. മരത്തിൽ നിന്നാണ് ഒലിവെണ്ണ ലഭിക്കുന്നത്. And it comes from the olive നിന്റെ tree. തലമുറ നിന്റെ വീട്ടിനകത്ത് ഒലിവ് തൈ പോലെയാണെങ്കിൽ And when your kids are like നിന്റെ an olive branch, തലമുറയ്ക്കകത്ത് ഒരു അഭിഷേകമുണ്ടെന്ന് and the kids have the spirit in them, മാതാപിതാക്കളെ നിന്റെ തലമുറയെ കത്തിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണെന്ന് the parents have the responsibility to have the spirit in ഈ them. പകൽക്കാലം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. And the parents should take that എന്റെ responsibility. തലമുറയെ അഭിഷേകത്താൽ നിറയപ്പെടണമെന്ന് The parents should have the urge to have ആത്മാവിൽ it. കൊതിക്കുന്നുണ്ടെങ്കിൽ And when you urge for that, നിന്നിൽ പകരുന്ന ഈ അഭിഷേകം the spirit that's flowing through you, ആ തലമുറയിലേക്ക് കവിഞ്ഞൊഴുകണം. and that should go through your children. അവിടെയാണ് വർധനവുണ്ടാകുന്നത്. And that's when you increase. അവിടെയാണ് വർധനവുണ്ടാകുന്നത്. That's where you increase. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാല ചിലരെ ചലിപ്പിക്കുന്ന അഭിഷേകം ഇതിനകത്തുണ്ടാകും. God is speaking to me. ചില To say that there is തലമുറകളെ something that's ദൈവാത്മാവിന്റെ changing. കൃപാവരത്തിൽ നിറയപ്പെടും. And God will speak through you. ഹല്ലേലൂയ. Amen. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ എറണാകുളത്തുണ്ട്. I have a close pastor who is in Ernakulam. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഞാൻ ഒരു മെസ്സേജ് പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്താൽ നിറയപ്പെട്ടു. And I delivered a message like this, and the kids got the Holy Spirit. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിച്ചു. After 1 month, the pastor called me. പാസ്റ്റർ, ഒരു വലിയ സംഭവം ഉണ്ടായി. Pastor, there's a big thing happened there. ഞങ്ങളുടെ ഞായറാഴ്ച ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. One Sunday, a guest preacher came. ആ ഗസ്റ്റ് പാസ്റ്റർ വന്ന് മെസ്സേജിന് എഴുന്നേറ്റ് നിന്നപ്പോൾ 8 വയസ്സുള്ള ഒരു കുഞ്ഞൊറ്റ പ്രവചനം. And when the preacher came to the podium to speak, the 8-year-old child came and prophesied. മകനെ, നിന്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ നിന്നെ എന്റെ ഊഴിയത്തിന് വിളിച്ചതാണ്. And the kid prophesied that in 16, when you are 16, I called you out. നീ എന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടില്ല. You didn't surrender to me and came out to the ministry. നിന്റെ 22ാമത്തെ വയസ്സിൽ നിനക്ക് 2 അപ്പോയിന്റ്മെന്റ് കിട്ടി. When you were 22, you got 2 appointments. ഒന്ന് എന്റെ അപ്പോയിന്റ്മെന്റ്, One was mine. ഒന്ന് ലോകത്തിന്റെ അപ്പോയിന്റ്മെന്റ്. One was the appointment from the നീ world. എന്റെ അപ്പോയിന്റ്മെന്റിനെ നിരസിച്ച് ലോകത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു. You rejected my appointment and accepted the world's. ടീച്ചറായിട്ട് ജോലിക്ക് പോയി. You started doing as teacher. അവസാനം പെൻഷനായപ്പോൾ Once ഒരു ദൈവദാസന്റെ കയ്യിൽ കൊണ്ട് പണം കൊടുത്ത് ഓർഡിനേഷൻ മേടിച്ചു. Once he retired himself, he gave some money to a pastor and got himself ordained. ആദ്യത്തെ മെസ്സേജിന് വന്നതാണ്. And he came there for the first 8 message. വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ ഇവിടെ വേണ്ട. And the 8-year-old child said, we don't ഞാൻ accept നിന്നെ your തിരസ്കരിച്ചു. preaching. We reject you. എന്റെ സമയത്ത് നീ വന്നില്ല. You didn't came for my time. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ല. The pastor couldn't speak. സഭയിലെ പാസ്റ്റർ പ്രസംഗിച്ചു. The pastor in the church, local pastor മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗസ്റ്റ് പാസ്റ്ററും ചർച്ച് പാസ്റ്ററും കുഞ്ഞുമായിട്ട് പ്രാർത്ഥനാ റൂമിൽ പോയി. And once the meeting finished, the local pastor and the guest pastor and the kid went to pray. പാസ്റ്ററുകളെ, ഇന്ന് ഞാൻ പറഞ്ഞ ദൂത് ഇന്ന് രാത്രി പാസ്റ്റർക്ക് വെളിപ്പെടുമെന്ന് പറഞ്ഞു. And the kid said, what I prophesied to you will come to you in your അന്ന് dream രാത്രി tonight. ആ മനുഷ്യൻ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. And that night, the guest pastor ഇത് died. നിനക്കുള്ള സമയമാണ്. അടുത്ത നിമിഷം നിനക്കുണ്ടോ എന്നറിയില്ല. This is your time. That you don't know whether you have it tomorrow. തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. നിനക്ക് ആ സമയത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. And this is the time where the kids have to rise up and you don't have an നിങ്ങൾ ആർത്തി വിളിച്ചില്ലെങ്കിൽ കല്ലുകളെ കൊണ്ട് ആർത്തി വിളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. If you don't cry and if you don't pray to him today, the stones will. ദൈവം നിനക്ക് തരുന്ന സമയം നീ ദൈവത്തിലേക്ക് തിരിയുക. This is the time that God is giving to you. You have to turn to him. നീ ലോകത്തിലേക്ക് തിരിയരുത്, ദൈവത്തിലേക്ക് തിരിയണം. You shouldn't turn to God, the world, but you should turn to God. അവസാനം നമ്മൾ ഒരു അല്പസമയം ദൈവത്തെ ആരാധിക്കും. We will worship at the end. ആ സമയത്ത് ഒരു പകർച്ചയുടെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ ആരാധനാലയത്തിലുണ്ട്. And I know that there is going to be a movement in spirit today. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഈ ആരാധനാലയത്തിലുണ്ട്. And there will be a flow coming to here. ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തിയാൽ ഈ പകൽക്കാലം അത് പകരപ്പെടും. You should transform everything that is ഈ ദൈവസഭയ്ക്കകത്ത് നിന്ന് ദേശത്തെ ചലിപ്പിക്കുന്ന ഒരു ഉണർവുണ്ടാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. And God has a urge that a revival should come out of സ്വദേശികളെ this church. ചലിപ്പിക്കുന്ന ഒരു ഉണർവുണ്ടാക്കണമെന്ന് എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. A revival should come from this church to shake up നീ this ആ ദൈവ nation. പദ്ധതിയിലേക്ക് കയറി നിൽക്കണം. And you have to come to God's will. ഇനിയൊരു സമയം നിന്റെ മുൻപിൽ കിട്ടത്തില്ല.
വരികയില്ല. There won't be any other time coming to you. ആ സമയത്തിലേക്ക് നീ കയറി നിൽക്കണം. And you have to come to that time. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. You have to change your heart and transform. വളരെ വേഗത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരട്ടെ. Let's go back quickly to that. ദൈവത്തിന്റെ കാലച്ച കേട്ട മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. And when he heard God's footsteps, he got scared and ran away. അവൻ തോട്ടത്തിന്റെ പുറത്തായി. He got kicked out of the Eden. അതിന് പകരമായി ദൈവത്തിന്റെ സഭയെ തോട്ടത്തിൽ കൊണ്ടുവന്നു. And instead of that, he brought the church to the garden. ദൈവത്തിന്റെ രണ്ട് കൽപ്പനകൾ ഈ തോട്ടത്തിനകത്ത് ദൈവം നൽകി. And God gave two commandments in there. ഒന്ന്, നീ തോട്ടത്തിനകത്ത് നിൽക്കുമ്പോൾ ആത്മീയ ജനറേഷൻ നൽകുന്നവനായിരിക്കണം. And when you are in the garden, you should bring spiritual children there, generation there. നിന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അവനോട് നീ യേശുവിനെ കുറിച്ച് പറയണം. And the person who is standing against you, we don't know what he is going through. You should share the good news of God. ഒരു ദിവസം ഞാൻ എൻ്റെ കാറുമായിട്ട് ഡൽഹി കറങ്ങി യൂപിയുടെ ബോർഡറിൽ കൂടെ കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. One day when I was traveling in my car in Delhi and UP, I saw a man there. രാത്രി 12:30 കഴിഞ്ഞു. It's like after 12:30 in the പരിശുദ്ധാത്മാവിനോട് night. പറഞ്ഞു, മനുഷ്യനെ കേറ്റാൻ പറഞ്ഞു. God told me to grab that guy. അവൻ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ആത്മഹത്യക്ക് ചെയ്യാൻ പോകുന്നവനാണ്. And he doesn't have the peace in his home and he's going to suicide. ആ ഒരൊറ്റ വ്യക്തിയുടെ മാനസാന്തരം ആ കുടുംബം മുഴുവൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടവന്നു. And the transformation that he had that night made his entire family transform. എന്നെയും നിങ്ങളെയും ദൈവം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് സുവിശേഷത്തിന്റെ വിത്ത് പാകാൻ വേണ്ടിയാണ്. The reason why you and I are here in this country is to share the gospel. സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ദൈവത്തെ കാട്ടിക്കൊടുക്കാനാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. Even if you are local or immigrants, you have the right to share the gospel. ഒരു ഫിലിപ്പോസിനെ പൊക്കിയെടുത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയത് ഷണ്ണനോട് സുവിശേഷം പറയാൻ വേണ്ടിയാണ്. And the Philippos had to go through the desert to get the eunuch to Christ. ദൈവം ഈ രാജ്യത്ത് കൊണ്ടുവന്നതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. And if you are here in this country, there is a purpose. ആ ഉദ്ദേശത്തിന്റെ അകത്ത് നിന്ന് നീ വഴുതി മാറരുത്. And you shouldn't go away from the purpose of നീ ആ God. ദൈവിക ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരണം. And you should go back to the godly purpose that വളരെ He വേഗത്തിൽ ഞാൻ has. മുന്നിലേക്ക് പോവുകയാണ്. Let's quickly go back. ദൈവസഭയെ ദൈവം തോട്ടത്തിന്റെ അകത്താക്കി. And God kept the church in the garden. 7 അനുഗ്രഹങ്ങൾ ദൈവം ആ തോട്ടത്തിനകത്ത് നൽകി. And He gave 7 blessings to the church. ഒന്ന് നിത്യജീവൻ. The one is the eternal life. അത് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടതാണ്. And that's something that the man lost in the Eden പക്ഷേ പുതിയ garden. നിയമത്തിലേക്ക് വരുമ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. And when we come to New Testament, everyone who believes in Jesus gets the eternal ഏദനിൽ life. നഷ്ടപ്പെടുത്തിയത് സഭയിലേക്ക് മടക്കി തന്നു. Whatever we lost in Eden garden, we got it in the church. അവർ അമർത്യരായിരുന്നു, മരണമില്ലാത്തവരായിരുന്നു. And they didn't had death. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്ന്. Whatever the mortal body has, will have an eternal body. 1 കൊരിന്ത്യർ 15 അധ്യായം വായിച്ചാൽ മതി, അതിനകത്ത് സബ്ജക്റ്റ് മുഴുവനുണ്ട്. And we have to read that in 1 Corinthians chapter 15. 3, അവർ ദൈവത്തിന്റെ സാദൃശ്യമുള്ളവരായിരുന്നു. And the third one is they are in the God's image. 1 യോഹന്നാൻ 3 അധ്യായം 2 വാക്യം വായിച്ചാൽ മതി. 1 John chapter 2, you have to read നാം that. അവനോട് സദൃശ്യന്മാരാകും. We are similar to him. ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. And that shows the character of God. 4, ദൈവത്തിന്റെ പ്രതിമ, ഇമേജ്. The fourth one is the image of God. 2 കൊരിന്ത്യർ 4 അധ്യായം 16 വാക്യത്തിലുണ്ട്, നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. And to 2 Corinthians 4:16, it says that we will be resurrected with the image of God. 5-ാമതായിട്ട് അവർ അണിഞ്ഞിരുന്ന വസ്ത്രം തേജസ്സിന്റെ വസ്ത്രമാണ്. And the fifth one is the dress that they wore was glorious. പൗലോസ് പറഞ്ഞു, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഹേതുവാകുകയാണ്. And the Paul says that the small time, the problem that we face here, it will give us the eternal life. നമ്മളാരും ഇടുന്ന കുട്ടിക്കൂറയും വേറെ ലവലിയല്ല നമ്മളെ ദൈവമക്കളാക്കുന്നത്. നമ്മുടെ മുഖത്ത് വ്യാപരിക്കുന്ന ദൈവതേജസ്സാണ്. It's not the makeup that we put in the face that gets us to the eternal life, but the God. അവർ ദൈവത്തോട് കൂട്ടായ്മയുള്ളവരായിരുന്നു, ദൈവത്തോട് സംസാരിക്കുന്നവരായിരുന്നു. And they had a fellowship with God, and they were having constant എഫേസ്യ communication ലേഖനത്തിൽ with Him. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ച് ദൈവത്തോട് കൂട്ടായ്മ നൽകി. And Paul says that they
they shuttered all the other relationship and we had a relationship with God. ദൈവത്തോട് സംസാരിക്കാൻ സഭയ്ക്ക് ഒരു ലാംഗ്വേജ് നൽകി, അതാണ് അന്യഭാഷ. And he had a language for the church to speak to him. That's the tongues. അവർ സകലത്തെയും അടക്കി ഭരിക്കുവാനുള്ള അധികാരം ലഭിച്ചിരുന്നു. And they had the authority to rule over everything. സഭ മൂന്ന് നിലവാരത്തിലാണ് വാഴാൻ പോകുന്നത്. And the church will rule like in 3 അന്ന് times. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയിൽ ഇപ്പോൾ ഈ സഭ വാഴും. And the church will rule with the grace and the blessings that they have. അടുത്തതായിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തോട് കൂടെ സകലത്തെയും സഭ അടക്കി ഭരിക്കും. And in the second time, the church will rule with the Christ in the eternal 1,000 നിത്യതയിൽ years. പിതാവിനോട് സകലത്തെയും സഭ അടക്കി ഭരിക്കും. And the third one, they will eternally rule with the God. വാഴുന്ന അഭിഷേകം And the spirit with the ruling on it. ഏദനിൽ നഷ്ടപ്പെടുത്തിയപ്പോൾ സഭയ്ക്ക് ദൈവം നൽകി. Whatever the man has lost in Eden, it was given to the church. ഈ അനുഗ്രഹം പ്രാപിച്ചിട്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. And we have received that blessing and we are sitting here. അവിടെ ഏദനിൽ ആദാമിനും ഹവ്വയ്ക്കും ദൈവത്തിന്റെ മനസ്സ് വിട്ടുപോയി. And in Eden, we can see that Adam and Eve lost the heart of God. അവർ പാപം ചെയ്തു. They sinned. പാപം ചെയ്യാൻ കാരണം എന്താണ്? Why did they sin? അവരുടെ മനസ്സിനകത്തേക്ക് ടെൻഷൻ വന്നു. But they had tension in their hearts. ടെൻഷൻ ഇല്ലാത്തവരുണ്ടോ? Whoever doesn't have tension, stress in their hearts. ടെൻഷൻ ഇല്ലാത്തവരുണ്ടോ? കൈവക്കാമോ? Anyone who doesn't have stress in their lives. എന്റെ Can you raise your hands? ഇതൊന്നും പറയരുത്. നാളെ എന്ത് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. കൊച്ചിന് ഏത് യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ വിട്ട് കൊച്ചു പോകുമോന്ന് എനിക്കറിയത്തില്ല. ഈ ലോകത്തിൻ്റെതായ കംപ്ലീറ്റ് ടെൻഷനും കൊണ്ട് ആരാധിക്കാൻ വന്നത്. And we came to worship God with all the problems and the things that we worry about our future. ഈ ടെൻഷൻ ഉണ്ടാകാൻ കാരണം മനസ്സിന്റെ 5 ജോലിയാണ്. And the reason why we have stress is the 5 things that the heart has to do. എനിക്കത് മൊത്തമായിട്ട് ഇന്ന് പറഞ്ഞിട്ട് പോകാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ ഇറക്കി വിടുന്നതുകൊണ്ട് ഞാൻ അതിന് മുമ്പായിട്ട് പറഞ്ഞു പോകാം. I don't have the time to explain everything, but I'll quickly. ഒന്ന് മനസ്സിന്റെ ജോലി, ആദ്യത്തെ ജോലിയാണ് അറിവ് സമ്പാദിക്കുക, നോളജ്. One thing that the heart wants to do is acquire more knowledge. ഇവർ ദൈവം പറഞ്ഞ വാക്കിനെ അറിഞ്ഞ് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. God said, don't eat the tree that's sitting, which gives you the right to. എന്നുവെച്ചാ ഒരു ദിവസം ഇവർ മിക്കവാറും ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൂടെ പോകുന്ന ഈ പഴം കാണുന്ന. And every day when they walk under the tree, they'll see the fruit. ഇവർക്ക് അതേ നോക്കണമെന്നോ ഇത് തിന്നണമെന്നോ ഒരു ടെൻഡൻസി ഇല്ല. And they didn't have the tendency to look at it and have the fruit. പക്ഷേ ഇവര് ആദ്യം വന്ന പാപം കാവലിൽ വീഴ്ച വരുത്തി. And the first problem that they had was they failed at security. ദൈവം തോട്ടത്തിൽ അവരെ ഏൽപ്പിച്ചതിന് ദൈവത്തിന്റെ 2 ഉദ്ദേശത്തിൽ ഒന്നാണ് തോട്ടത്തെ കാക്കണം. And the first thing that God's commandment was to secure the garden. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒറ്റ ദിവസം കൊണ്ടായി പിശാച തോട്ടത്തിൽ വന്ന് കയറിയെന്ന്? Do you think that Satan only took 1 day to go into the garden? ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം പല പ്രാവശ്യം ഇവൻ കയറി ഹവ്വായെ ഒന്ന് വശീകരിക്കാൻ നോക്കി, വളയ്ക്കാൻ നോക്കിയതാ. I think that he might have tried a few times to get Eve's attention. അതിന് ഈ ലവ് മാരേജ് കഴിക്കുന്നവരോട് ചോദിച്ചാൽ മതി എത്ര ദിവസം കൊണ്ടാണ് വളച്ചെടുക്കുന്നത്. And you should ask people who had love marriage how many times they had to try. എത്രയോ ദിവസം കൊണ്ട് ഇവൻ അതിനകത്ത് കയറി ഹവ്വായെ വളയ്ക്കാൻ നോക്കുക. And they have been trying to get the attention of Eve. ഒരു ദിവസം ഇവൻ വളച്ച വളയ്ക്കകത്ത് ഹവ്വ വന്നു. And one day when he was trying to get her attention, she noticed him. ദൈവം പറഞ്ഞ അറിവിന് വിരോധമായിട്ട് ഇവൻ ഒരു അറിവ് അങ്ങ് കൊടുത്തു. And he gave her a knowledge that God didn't give her. ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. If you eat this, you will be like God. നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. You won't die and you have eternal life. അതിനകത്ത് ഈ ഹവ്വായുടെ മനസ്സിൽ കൂടെ പോയ 1-2 കാര്യം ഞാൻ പറയാം. There is something that which went to I think that went through her mind. എന്നാലും ദൈവം എന്നോട് കള്ളം പറഞ്ഞല്ലോ. God has lied to me. ഞാൻ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണല്ലോ ദൈവം പറഞ്ഞേ. God told me that I was made with the likeness of God. പക്ഷേ ഇപ്പൊ ഞാൻ ദൈവത്തെ പോലെ അല്ലല്ലോ. But I am not like God now. അപ്പൊ ഇത് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞത്. And God gave that advice not to eat ഇത് that. തിന്നാൽ ഞാൻ ദൈവത്തെ പോലെ ആകും. If I eat it, I will be like God. ദൈവത്തിന് എന്തോ ഒരു അസൂയ. Why is God jealous of me?
ആദ്യത്തെ ചിന്ത. That's the one first thought. രണ്ടാമത്തെ ചിന്ത, Second thought, അയ്യോ ഇത്രയും നാൾ ഈ ബുദ്ധി എനിക്ക് വന്നില്ലല്ലോ. I didn't have the knowledge or the understanding to ask that question. എൻ്റെ മനസ്സിൽ പറയുക, ഈ ഹവായിയുടെ മനസ്സിൽ പിശാചിനോട് ചോദിച്ചു കാണും, നീ നേരത്തെ വരേണ്ടതായിരുന്നു. And the mind of Eve might have had this question to Satan, that why didn't you come early? നേരത്തെ ഈ അറിവ് എൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ഞാൻ ഇത് എപ്പോഴേ കഴിച്ചേനും ദൈവത്തെ പോലെ ആയേനെ. If you had told me earlier, I would have had this fruit a much earlier time. ചിന്ത പോയ പോക്ക് കണ്ടോ? How did that thought went through? ചിന്തിക്കാത്തവർക്കായി കർത്താവിന് സ്തോത്രം. Let's praise God who hasn't thought like that. ഇതിനൊന്നും ആരും സ്തോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. I know people won't praise for that. ഒരു മനുഷ്യന്റെ മനസ്സിനെ പിശാചിന് പിടിക്കാൻ ഏറ്റവും എളുപ്പം ചിന്തയാണ്. And the easiest way to get Satan for someone is to get through their thoughts. നിങ്ങളുടെ ആത്മാവിനെ പിശാചിന് വേണ്ടെന്നേ. He doesn't want your souls. നിങ്ങളുടെ ആത്മാവിനെ പിശാചിന് Satan doesn't need your soul. Why did I say that? അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? Why does it say that? സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനതയുണ്ടായി. അതുകൊണ്ട് എമർജൻസി ആയിട്ട് നിങ്ങൾ ബൈബിൾ കോളേജിൽ കയറണം, ബൈബിൾ പഠിക്കണം. അത്യാവശ്യമാണ്. ഇനിയും പഠിക്കാതിരിക്കരുത്. കുഞ്ഞുങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഉത്തരം കാണത്തില്ല. പിള്ളേരൊക്കെ വന്ന് ചോദിക്കും, അപ്പോൾ ഉത്തരം പറയാൻ കിട്ടത്തില്ല. അതുകൊണ്ട് വേഗത്തിൽ ബൈബിൾ കോളേജിൽ കയറി ബൈബിൾ പഠിച്ചോണം. സ്തോത്രം. 2 കൊരിന്ത്യർ 11:3 എന്തുകൊണ്ടാണ് പിശാചിന് ആത്മാവിനെ വേണ്ടാത്തത് എന്ന്. In 2 Corinthians 2:3 it says, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. and it says that we are scared, like how Eve got attracted to the Satan. Just like that, you should have the concentration on God and the virginity of the God towards God to get away from Satan's thoughts. എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ പിശാചി പിടിച്ചാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും പോകും. And we know that when Satan has our life, our concentration and everything goes away from it. മനസ്സിനെ പിശാചിന് വിട്ടുകൊടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? Whoever has led our minds to go to Satan now, ചിന്തയില്ലാത്തവർ എത്ര പേരുണ്ട്? who all doesn't have any thoughts at the moment, ടെൻഷൻ ഇല്ലാത്തവർ എത്ര പേരുണ്ട്? who all doesn't have stress at the moment. അതിന്റെ അർത്ഥം പിശാചിന് എവിടെയോ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. The reason behind is that Satan had a place in your mind. അതിനെ നമ്മൾ വിട്ടുകളഞ്ഞിട്ടേ ഇരിക്കാവുള്ളൂ. We should take that away, and we should take his place away from the mind. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. Let's quickly go through it. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനിൽ സുബോധത്തിന്റെ മൈൻഡാണ്, When a person, കോൺഷ്യസ് മൈൻഡാണ്. when a kid is born, he has a conscious mind. പിന്നെ ഇതെപ്പോഴാണ് മനസ്സ് മാറുന്നത്? When does he change his mind? നമുക്കറിയാം, മുടിയനായ പുത്രൻ We know about the prodigal son. അപ്പന്റെ കയ്യിൽ നിന്ന് മുഴുവൻ സംഭവം മേടിച്ചോണ്ട് പോയി. He took all his wealth from his father and went away. എല്ലാം നഷ്ടപ്പെട്ടു പോയി. And he lost everything. അവസാനം ചാപ്പാട് കഴിക്കാനായിട്ട് നിർവാഹമില്ല. And he doesn't have anything to even have a meal. എന്നേരമാണ് അവന് സുബോധം വന്നേ. That's when he has his realization. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. That's what it says in the Bible. അപ്പൊ ഇവൻ ഇത്രയും നാളും നടന്ന ഏത് മനസ്സുകൊണ്ടാച്ചാ? And we have to think what kind of mindset that he had till അവിടെയാണ് then. നമ്മൾ മനസ്സിനെ പഠിക്കേണ്ടത്. And that's where we have to learn about our mindset. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. I'll say my thought on this. ഈ മുടിയനായ പുത്രന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. The prodigal son has a lot of friends. അവൻ വന്ന് ചോദിച്ചു, എടാ നീ നല്ല സംഭവം അവിടെ ഉണ്ട്, അത് പോയി കഴിച്ചിട്ടുണ്ടോ? And he says, one of the friends comes to him and says, there is a good food there, why don't you try it? നല്ല സിനിമാക്കോട്ടെ, നല്ല സിനിമ ഓടുന്നുണ്ട്, നീ പോയി കണ്ടിട്ടുണ്ടോ? There is a good movie coming in the theaters, why don't you go there? എടാ നിന്റെ അപ്പൻ നിനക്ക് കാശ് വല്ലതും തരുന്നുണ്ടോ? നീ അപ്പനോട് കാശ് മേടിച്ചോണ്ട് വാടാ. Does your father give you any money? Why don't you take your wealth and come with us? ലോകത്തിൻ്റെതായിട്ടുള്ള കുറെ അറിവുകൾ ഇവനിലേക്ക് കൊണ്ട് ഇട്ടുകൊടുത്തു. And he received all the knowledge in the world to get through his thoughts. ഇവൻ പല പ്രാവശ്യം പറഞ്ഞു, അപ്പാ എനിക്കൊന്ന് സിനിമ കാണാൻ പോണം, കാശ് തരണം. And he has been asking his father a lot of times to get money to go to movies. അപ്പം പറഞ്ഞ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അതിനുള്ളതല്ല,
And father said, the money that I work hard to get is not for you to watch cinemas. അവന്റെ സ്വാർത്ഥത നടക്കാഞ്ഞത് കൊണ്ട് അവന്റെ മനസ്സ് മുറിഞ്ഞു. And because he didn't get this, his heart tightened, hardened. ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചാപ്പാട് കഴിക്കണമെങ്കിൽ എന്തോ ഒരു ടാബ് ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രത്യേക ചില സംഭവങ്ങളുണ്ട്, അത് കാണണം. And some of our kids nowadays, if they have to eat, we have to put something in their tablets and phones. പല കുഞ്ഞുങ്ങളും അതിനങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. And our kids have been addicted to it. എൻ്റെ നാട്ടിലൊരു കുഞ്ഞ് അമ്മയുടെ കൂടെ കിടന്നതാ. ഏറ്റവും ലാസ്റ്റ് കണ്ട് പിറ്റേ ദിവസം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അമ്മ അറിയാതെ പോയി തോട്ടിച്ചാടി ചത്തുപോയി. And in India, one of the kids, they had the phone all the time during the night, and in the morning, mother said she's going to take it away, and she went away to pool and then, in a river and then died. എനിക്കറിയാവുന്ന ഒരു വിശ്വാസി കുവൈറ്റിലുണ്ട്. 5 വർഷം പ്രായമുള്ള ഒരു കുഞ്ഞ്. I know a believer in Kuwait, and they had a kid. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകാൻ കുളിക്കാൻ എഴുന്നേറ്റില്ല, ടാബും കണ്ടോണ്ടിരിക്കുക, അപ്പം പിടിച്ച് ഒറ്റ അടിക്കും കൊടുത്തു. And on Friday, when they had the Lord's day, the dad took the tablet and gave him a beating. കുളിച്ചൊരുങ്ങി അപ്പന്റെ കൈ വിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടി റോഡിലോട്ട്. ഒരു വണ്ടി വന്ന് ഒറ്റ ഇടി ഇടിച്ചു, അന്നേരം മരിച്ചു. After showering, he took the hand of the father and ran to the streets and had an എന്റെ accident. കുഞ്ഞുങ്ങളെ ഇതിനൊന്നും നിങ്ങൾ അഡിക്റ്റ് ആകരുത്. Kids, we shouldn't be addicted to this. ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്നതല്ല, ഇതൊന്നും നമുക്കുള്ളതല്ല. This is not something that we have to follow, or something that for the believers. ഞാൻ ആ ഭാഗത്തെ അങ്ങനെ വിടുകയാണ്. And I'm moving from that topic. അപ്പം മനസ്സിന് മുറിവ് വന്നു. And he had a problem in his heart. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിന് മുറിവ് വരും. If I say something to you and you don't follow me, I will have wounds in my heart. ഈ മുറിവിനകത്തോട്ട് ആര് കയറുമെന്നറിയോ? പിശാച് കയറും. And to that wound, Satan will go in. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരു വഴിക്ക് പോയി. If we are going to travel, ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിതരാ. we are close friends. ഒറ്റ അടി കൊടുത്തു ഒരു നിമിഷത്തിൽ. If he beats me, ഒരു 6 മാസം എന്നാലും ആ മാത്യു കുര്യൻ പാസ്റ്റർ എന്നെ അടിച്ചല്ലോ എന്നൊരു ചിന്തയും കൊണ്ട് നടക്കും. and for the next 6 months, I will have this thought that pastor had hit me. പിന്നെ എന്നെ കാണുന്ന പിശാച് കുരിശ് കാണുന്ന പോലെ. And whenever I see him, it's like Satan seeing a cross. എന്തുകൊണ്ടാണ്? മനസ്സിനകത്തൊരു മുറിവ് വന്നു. And there is a wound in my mind. അപ്പൊ എന്നിൽ നിന്ന് മാറി കർത്തദാസന്റെ കൂടെ പോയി. And because of that, I go with Johnson pastor. കർത്തദാസൻ അടിക്കുകയൊന്നും ചെയ്തില്ല, നല്ല 2 ചീത്ത ജപിച്ചെന്ന് പറഞ്ഞു. Pastor didn't beat me, but he gave me scoldings. അപ്പം മാത്യു കുര്യൻ അടിച്ച സംഭവം മാറിയിട്ട് എന്നാലും എന്നെ ജോൺസൺ പാസ്റ്റർ ചീത്ത വിളിച്ചല്ലോ. And the wound that pastor hit me turned into why Johnson pastor scolded me. മനസ്സിനകത്ത് അടുത്ത മുറിവ് കയറി. I've got a second wound. അപ്പം ജോൺസൺ പാസ്റ്ററുമായിട്ടുള്ള പിടുത്തപ്പെട്ടു, അടുത്ത ദൈവദാസനുമായിട്ട് കൂട്ടുകൂടി. And I went from his company and went to another person. അദ്ദേഹം ചീത്തയൊന്നും വിളിച്ചില്ല, നല്ല ആംഗ്യം കാണിച്ചു. ഇപ്പം തന്നെ ഇടിച്ച് ശരിയാക്കാന്ന ആംഗ്യം കാണിച്ചു. And the other person didn't scold me, but he tried to hit me. അപ്പൊ ഈ ചീത്ത വിളിച്ച സംഭവം പോയി, എന്നാലും ആ പാസ്റ്ററിനെ അങ്ങനെ കാണിച്ചിട്ട് പോയല്ലോ. And the other 2 went away, but the new wound came in. ഈ 6 മാസത്തിൽ ആ മുറിവ് നിന്നിട്ട് ഇതിനെ പിശാച് കൊണ്ട് സ്റ്റോർ ചെയ്തു. And after 6 months, the wound went away, and Satan sowed that. ആ സ്റ്റോറേജിന്റെ ഇടമാണ് സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. And that storage is your subconscious mind. എന്തുകൊണ്ടാണ് റിബലായിട്ട് നിൽക്കുന്നതെന്ന് അറിയാമോ? Why is the reason why there is rebels happening? പണ്ടൊക്കെ നമ്മൾ ഈ ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണല്ലോ നിങ്ങളെല്ലാം, അതുകൊണ്ട് അറിയാം ഈ ക്രിസ്മസിന് പാട്ട് പാടാൻ പോകും. Most of us have come from Kerala, and during Christmas time we go for carols. അന്നേരം ആദ്യമേ പാടുന്ന ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നതെന്നാണ്. And one of the songs will be a similar Christian song. യെശയ്യാ പ്രവചനം 1-ാം അധ്യായമായി പാടുന്നേ. And it comes from Isaiah chapter 1. എന്നിട്ട് എങ്ങനെയൊക്കെ മനുഷ്യനെ നമുക്ക് കളിയാക്കോ അങ്ങനെയെല്ലാം നമ്മൾ കളിയാക്കും. And we'll try to teach how much we can and how many we can. സ്തോത്രം. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും വന്നു കഴിഞ്ഞാൽ ഈ യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പം ഇനി അവരെ അടിച്ചിട്ടെന്ത്
When it comes to the subconscious mind and the mind, when it comes to the Isaiah chapter 1 verse 4. അവരധികം പിന്മാറത്തേ ഉള്ളൂ. And even if we beat him a lot, it will go away. എന്തുകൊണ്ടാണ് പിന്മാറുന്നത്? Why do they move away? തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചു. And the mind will have wounds and the heart is diseased. മനസ്സ് മുഴുവൻ മുറിവാണ്. And the mind has wounds. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സഹോദരിമാർ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. Have you seen that some of the ladies cry alone? എന്തിനാ ആന്റി കരയുന്നേ? We will ask him. Ask her why are you crying? It. ഈ കുടുംബ പ്രശ്നമൊക്കെ തീർക്കാൻ പോകുമ്പോഴത്തേക്കിന് കെട്ടി അന്ന് രാത്രി മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് എടുത്തിടുന്നേ. And when sometimes I go for marriage counseling, the girl will say from the first night. എന്റെ അച്ഛാ 80 വയസ്സായി കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുക ഇപ്പോഴും കെട്ടിയ സമയത്തുള്ള സംഭവം പറയുന്നത്. They might be 87 years old or ready to die, but they will go a long way back. എന്തുകൊണ്ട്? അന്ന് മുതലുള്ള മുറിവുകൾ മുഴുവൻ കൊണ്ടു നടക്കുക. Because she has been carrying all the wounds from the day one. റിബൽ ആയിട്ട് നിൽക്കുക, സ്നേഹിക്കാൻ പറ്റില്ല. And they are trying to be a rebel and they can't love anymore. മുറിവില്ലാത്തവർക്കായി സ്തോത്രം. Praise God for whoever doesn't have wounds. പിന്നെ പഴയ കാലം ഇന്നലെ വരെയുള്ള സാധനം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. I know that everyone has brought everything that happened till yesterday to here. എൻ്റെ പാസ്റ്റർ എൻ്റെ 5ാമത്തെ വയസ്സേ ഉണ്ടല്ലോ അപ്പൻ എന്നോട് പറഞ്ഞ് ഓർക്കുമ്പം എനിക്ക് ഇപ്പോഴും അപ്പനോട് അപ്പണക്കം മാറിയിട്ടില്ല. We might reference to things that happened at the age of 5 to the pastor just now. എൻ്റെ പാസ്റ്റർ എൻ്റെ ഭർത്താവ് ഞാൻ കെട്ടിയ അന്ന് മുതൽ എന്നോട് തുടങ്ങിയ പോരാ, ഇന്നും ആ പോരി തീർന്നിട്ടില്ല. Like they might reference to things that the husband did. മനസ്സ് മുഴുവൻ മുറിവുകൾ. And the mind will have all kinds of wounds. അതിനെ കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. And they haven't healed or we haven't had anything to get it down. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? What happened because of that? സ്നേഹിക്കാൻ പറ്റുകയില്ല, They can't love anymore. ക്ഷമിക്കാൻ പറ്റുകയില്ല. They can't forgive anymore. ഈ അറിവുകളെല്ലാം വെച്ചിട്ട് പിശാചിനിരിക്കാനുള്ള സ്റ്റോറേജ് കൊണ്ട് കൊടുത്തു. And because of all this knowledge, we gave Satan a place to sit there. ഇന്ന് പകൽക്കാലം പിശാചിന് സ്റ്റോറേജ് ഇല്ലാത്തവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. I praise and thank God for whoever who doesn't have storage for Satan. നീ പിശാചിനിരിക്കാനുള്ള സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് സ്തോത്രം പറയരുത്. You shouldn't praise God with having Satan to have a storage room in പിശാചിന് your നിന്റെ mind. മനസ്സിലിരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയിട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് സ്തോത്രം പറയരുത്. If you have given the opportunity for Satan to sit in your mind, സ്നേഹം praise after that. ദീർഘമായി ക്ഷമിക്കും. Love will heal, forgive. സ്നേഹം ദീർഘമായി. Love will forgive. ഞാൻ കൈയൊന്നും പൊക്കിക്കുന്നില്ല. I'm not going to raise your hands. കാരണം ഞാൻ ഇതൊക്കെ പേഴ്സണലായിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും പാസ്റ്റർ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന്. And when I personally ask you, you might say, I can't do it this പിന്നെ anymore. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കള്ളം പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. Because it's not good to ask you to lie in the midst of the church. നമ്മുടെ നിരൂപണങ്ങൾ പോലും അപ്പൻ അവിടെ നിന്ന് അറിയുവാന്ന്. Even when our thoughts is wrong, he knows it. എന്റെ പ്രിയരെ, ആത്മാവിന് പകരാനായിട്ടുള്ള സ്പേസ് ഉണ്ടാകണമെങ്കിൽ എന്റെ മനസ്സ് ശരിയാകണം. And if we want to have the spirit to flow in you, we should have space in our mind. നിന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ നിന്റെ മനസ്സ് ശരിയാകണം. When you should have the healing in your body, you should have space in your mind. ഈ പകൽക്കാലം നിങ്ങളുടെ മനസ്സ് ശരിയാകുമോ സൗഖ്യമുണ്ടാകും. If you have healing in your mind, you will have healing today. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഇരിക്കുന്ന ഭാരം മാറണോ, നിന്റെ മനസ്സ് ശരിയാകണം. If you want to have your anguish away today, you should have space and healing in your mind. ഈ ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. Sometimes to some people, even if we say a lot of things, they won't get ready. പണ്ടൊരു കൃഷിക്കാരിയായ അമ്മച്ചി പുള്ളിക്കാരത്തിക്ക് ചുമക്കാൻ വയ്യാത്ത നിലവാരത്തിൽ പച്ചക്കറിയും ചുമന്നുകൊണ്ട് നേരെ മാർക്കറ്റിൽ പോവാ. There's a farmer lady and she was going to the market with a lot of loads. ഈ അമ്മച്ചിയുടെ നടപ്പ് കണ്ടപ്പോൾ ഒരു കാളവണ്ടിക്കാരൻ അമ്മച്ചിയോട് ഒരു കനിവ് തോന്നി. And the pulley driver, when he was going through, he had sympathy to the farmer lady who she is carrying a lot of കാളവണ്ടി അവിടെ vegetables. നിർത്തിയിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്തു, ഞാൻ മാർക്കറ്റിൽ ഇറക്കാം, കാളവണ്ടിയെ കയറിക്കും.
And the driver said, why don't you just step inside the cart and I will get you to the market. ഈ മനുഷ്യൻ ഈ അമ്മച്ചിയുടെ തലയിലിരുന്ന ചുമട് എടുത്ത് കാളവണ്ടി വെച്ചിട്ട് അമ്മച്ചിയെ പിടിച്ച് കാളവണ്ടിയെ കയറ്റി. And this guy put the load in the cart and put the ammachi inside. കാളവണ്ടി മാർക്കറ്റിലെത്തി. കാളവണ്ടിക്കാരൻ അമ്മച്ചി ഇറക്കാൻ വന്നപ്പം അമ്മച്ചി ചുമന്നുകൊണ്ട് വന്ന കൊട്ട തലയെ ചുമന്നുകൊണ്ടിരിപ്പുണ്ട്. And by the time they reached the market, the driver came back and was about to get the farmer lady out, but she was still carrying the load in her head. എൻ്റെ അമ്മച്ചിയുടെ ഈ ചുമക്കാൻ വയ്യാത്ത അവസ്ഥ കണ്ടിട്ടില്ല, ഞാൻ അമ്മച്ചിയെ കാളവണ്ടിയെ കയറ്റി. And he said, the reason why I took you in the cart was to have sympathy because you are carrying a lot of അമ്മച്ചി weight. പിന്നെ എന്തിനാ അമ്മച്ചി ഈ ചുമട് കാളവണ്ടിക്കകത്ത് ചുമന്നുകൊണ്ടിരുന്നേ? And he asked, why are you still carrying the weight inside the cart? അമ്മച്ചി മനോഹരമായിട്ടൊരു ആൻസർ പറഞ്ഞു, മക്കളെ എൻ്റെ ഭാരം ഈ കാള ചുമക്കണം, പിന്നെ എൻ്റെ തലയിലിരിക്കുന്ന ഭാരം ചുമക്കണ്ടല്ലോ എന്നും കണ്ട് ഞാൻ അങ്ങ് ചുമന്നതാ. And the lady said, the bullocks already the bull have to carry my weight. Why do I have to let the bull carry the weight of my head? ഒരു 99% വിശ്വാസികളുടെയും വീട്ടിൽ തൂക്കിയിടുന്ന ഒരു വാക്യമുണ്ട്. And the 99% believers put this verse in their home. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും ആകുലതകളും അവന്റെ മേൽ ഇടണം. Because God cares for you, you should put all your thoughts on to him. പക്ഷേ ചിന്തകളും ആകുലതകളും ഇതിന്റെ അകത്ത് നിന്ന് വിടത്തില്ല. But all the thoughts and all the problems, we still keep it in our mind. എന്നിട്ട് പറയും ഞാൻ കർത്താവിന്റെ കരത്തിലായിരിക്കുന്നെന്ന്. And we still say that we are in the hands of God. കർത്താവ് കാളവണ്ടിക്കാരനെ പോലെ നിന്നോട് ചോദിക്കും, മകനെ നീ എന്റെ കയ്യിലല്ല ഇരിക്കുന്നത്, എന്നാ ഇവിടുന്ന് നിനക്ക് ഇറക്കി ഇങ്ങോട്ട് വെക്കത്തില്ലേ? And just like the cart driver, God will say, why don't you put your weight on me and I'll drive you. നമ്മൾ കർത്താവിനോട് പറയും, കർത്താവ് അങ്ങയുടെ ബലമുള്ള കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ ഞങ്ങളെപ്പോലെ എത്ര പേരുടെ ചുമടാ അപ്പച്ചൻ എടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ചുമട് ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരുന്നോളാം. And we might say to him that you are carrying a lot of people, why don't I carry my thoughts with me when you carry me? നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആകുലതകളും യേശുവിൻ്റെ മേൽ ഇടാതെ യേശു നമുക്ക് കരുതി വെച്ചിരിക്കുന്ന കിട്ടത്തില്ല. And unless we give the problems, the weight on our shoulders to Jesus, he can't deliver you. ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സിന്റെ അകത്തൊരു വിടുതൽ ഉണ്ടാകണം. And tonight we should have a deliverance in our mind. നിന്റെ മനസ്സിനകത്തൊരു വിടുതൽ ഉണ്ടായാൽ നിന്റെ ആത്മാവിലും നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും അത് വിടുതലായി തീർന്ന അടുത്ത വ്യക്തിയിലേക്ക് ആത്മാവ് ഒഴുകപ്പെടും. And when we heal our mind, we should have a healing in our body, soul and mind, and it will pour out to this next ഈ person. പകരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? Who wants to pour themselves out of with the Spirit? കർത്താവേ എന്നിൽ നിന്ന് ഒരു പകർച്ച ഉണ്ട്. Of life will flow ഈ through you. പകൽക്കാലം ആ ജീവജലത്തിന്റെ നദി നിന്നിലേക്ക് ഒഴുകുകയാണ്. And tonight the flow പരിശുദ്ധാത്മാവിന്റെ നദി നിന്നിലേക്ക് ഒഴുകുകയാണ്. Spirit of the നിന്നിലുള്ള സകല മലിനതകളെയും മാറ്റി and all the dirtiness from നിന്നെ your heart ജീവിപ്പിക്കുന്ന ഈ ഒരു ആത്മാവിന്റെ നദി to water which ഈ gives you life. പകൽക്കാലം ഈ ആരാധനാലയത്തിൽ ഒഴുകപ്പെടുകയാണ്. And it is going through this church. ഈ പകൽക്കാലം നിന്നിലേക്ക് അത് നിറയപ്പെടുകയാണ്. And it is filling through your hearts. അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം And it will go and overflow your hearts. നിന്നെ തന്നെ സമർപ്പിച്ചാൽ And when you surrender it to സകല God, കാലിപാത്രങ്ങളും നിറയപ്പെടും. every empty vessel will fill it up. സകല കാലിപാത്രങ്ങളും നിറയപ്പെടും. And every empty vessel will ആ fill. കാലിപാത്രത്തെ നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തി നമ്മളിൽ പ്രകടമാകട്ടെ. And all the strength that needs to fill the empty vessel should be in us. എന്റെ ടൈം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. I'm going to close now. പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്നിലും നിങ്ങളിൽ നിന്ന് തുടങ്ങപ്പെടും. And the flow of Holy Spirit should come from me and you. യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചന ശബ്ദം ഈ ആലയത്തിന്റെ അകത്ത് ഈ രാത്രികാലം മുഴങ്ങപ്പെടുകയാണ്. And everything that Joel the prophet told to the church. പകർച്ചയുടെ ആത്മാവിനെ റിസീവ് ചെയ്യുക. And you should have a spirit that flows through you. കുടുംബത്തിനകത്തേക്ക് അത് പകരപ്പെടട്ടെ. And it should flow through the family. ദേശത്തിന്റെ അകത്തേക്ക് അത് പകരപ്പെടട്ടെ. And it should flow through the nation. നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തേക്ക് ആത്മാവ് പകരപ്പെടട്ടെ. And everything that you drive through. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിങ്ങളിലൂടെ നടക്കട്ടെ. All the miracles and all the healing should come through. സമർപ്പിക്കുക. And you should surrender to have the flow through you. പകൽക്കാലം ആ ദൈവശക്തിയെ റിസീവ് ചെയ്ത് And today you should ഈ receive that രാജ്യത്തെ flow. ചലിപ്പിക്കുവാൻ തക്കവണ്ണം something that should shake this nation. നമ്മളെ ഒരുക്കട്ടെ എന്ന് And God, let the Spirit prepare ആത്മാർത്ഥമായി us. പ്രാർത്ഥിച്ചുകൊണ്ട് And we should pray ഈ to that. ശുശ്രൂഷയിൽ നിന്ന് ഞാൻ ഇരിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Finishing that, and may God bless us. ഹല്ലേലൂയ. Amen.
Praise the Lord. Thank you, Pastor. Shall we all stand up to our feet? Hallelujah. Praise God. The Lord lets our cup runneth over. Praise God. Hallelujah. We might have come here with dry and empty, but we are going up with full and overflowing. Amen. Praise God. The Lord has filled us with the fullness of the blessings of God. Shall lift up our hands with a grateful heart and praise God. Hallelujah. Praise the Lord. 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 Our loving Heavenly Father, we come to you in Jesus' precious name. We thank you, Lord, for this wonderful evening hour. Hallelujah. We thank you, Lord, for speaking to us, to each and every one of us here. Hallelujah. Spirit of God, to filling our cups, that our cup may runneth over and be a blessing to others, Lord. Let us edify ourselves in the Spirit, O Lord. Let us pray in the Holy Ghost. Let us, hallelujah, keep our minds and hearts and our body connected with the Holy Spirit. Hallelujah. Praise God as we go from this place. Amen. We pray the undeparting hand of God to be with us while we go out. Amen. Praise God. All through this week, in our job, in our business, in our children's education, in our transactions, in our going out, in our coming in. Let your good hand be with us, O Master. We also especially pray for our Pastor Dr. Matthew Kurian and the Bira Ministries, the Hindi services and the English services. They're going to begin there in Delhi and all the ministries there. Let your good hand be with us, Master. Amen. Praise God, the servant of God. Strengthen him, bless him, O Lord. And well, Lord, we proclaim blessing upon the Bira Ministries. The Lord willing, hallelujah. The Lord, if the Lord tarries to come, help him, Lord, to come over here again next year. Praise God for the glory of your name. Amen. Into your hands we all commit our spirit, soul, and body. Hallelujah. Has been all to this week, Master. All our entire ministries, we commit weekly meetings, we commit them into your hands, Lord. Bless us, our Master. Make us a blessing, Lord. Bless all of us, Master. Help us, Lord. Amen. Praise God. In the name of the Father, Son, and the Holy Spirit, I pronounce a blessing upon the congregation. Hallelujah. Pray, I commit the spirit, soul, and body into your gracious hands. Give thee all glory, honor, and praise. In Jesus' matchless name we pray. Amen. Praise God. May the great കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും സകല വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യപരവും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുഖത്വം കൊടുക്കാം.